പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ പൊന്നു തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിലെ ഏറ്റവും വാത്സല്യമുള്ള ദൈവമക്കളെ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവ് യേശു മിശിഹായുടെ പാദപീഠത്തിൽ അവിടുത്തെ ലാവണ്യം നിറഞ്ഞ സ്വർഗീയ വചനങ്ങൾക്ക് കാതോർത്തിരിക്കുവാൻ നമുക്ക് ഭാഗ്യവും സന്ദർഭവും കരുണയും കരുതലും തന്ന നല്ലവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് തൃപ്പാദപീഠത്തിൽ അല്പനേരം ധ്യാനിച്ചിരിക്കാം. ഇന്ന് നമ്മളിങ്ങനെ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ധ്യാന ചിന്തയ്ക്ക് വിഷയമായി തീരുവാൻ ശുദ്ധമുള്ള യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ രക്ഷാസുവിശേഷത്തിലെ 6-ാമത്തെ അധ്യായം 28-ാമത്തെ തിരുവചനം വർദ്ധിരിക്കുകയാണ്. യോഹന്നാൻ 6:28 വായിക്കുന്നത് ഇങ്ങനെയാണ്: അവർ അവനോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികൾ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അവർക്ക് അറിയേണ്ടത് ദൈവം പ്രസാദിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഒരളവ് വരെ നമുക്കും അറിയേണ്ടത് ദൈവം പ്രസാദിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രസാദിക്കണമെന്ന് ആഗ്രഹിക്കാത്ത മനുഷ്യരാരുമില്ല. ദൈവപ്രസാദമുണ്ടെങ്കിലാണ് എൻ്റെ ജീവിതം മുൻപോട്ട് നന്നായി പോവുകയുള്ളൂ. ദൈവം എനിക്ക് അനുകൂലമാണെങ്കിൽ എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യവും മനോഹരമായി നടക്കും. അതുകൊണ്ട് ദൈവം എന്നിൽ പ്രസാദിക്കണം. അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രസാദിക്കേണ്ടതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള വ്യവസ്ഥകൾ ദൈവം വച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ സംഭവിക്കുന്നത് അതല്ല. ദൈവം വെച്ച വ്യവസ്ഥകൾ പാലിക്കുന്നത് പ്രയാസകരമാണെന്നറിഞ്ഞതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ അങ്ങോട്ട് ചില വ്യവസ്ഥകളൊക്കെ വയ്ക്കുകയാണ്. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ഷമിക്കണം, അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ദൈവപ്രസാദം കിട്ടാൻ ദൈവം വെച്ച വ്യവസ്ഥകൾ പാലിക്കുക അല്ലാതെ ഞാൻ അങ്ങോട്ട് വ്യവസ്ഥകൾ വയ്ക്കുന്നത് പ്രാവർത്തികമല്ല. ഇന്ന് മനുഷ്യൻ അങ്ങോട്ട് വ്യവസ്ഥകൾ വയ്ക്കുന്നു എന്ന് പറയുന്നത് വെറുതെ പറഞ്ഞതല്ല. ആളുകളിപ്പോൾ ദൈവത്തോട് പറയുന്നത് എന്താ? ദൈവമേ, കാശ് എത്ര വേണേലും തരാം, വഴിപാട് എത്ര വേണേലും കഴിക്കാം, നേർച്ചകൾ എത്ര വേണമെങ്കിലും നേരാം, അത് ഞാൻ നിവർത്തിക്കാം. കർത്താവേ, ഏത് കാര്യത്തിനാണ് പണം വേണ്ടത് ചോദിക്കുക, ഞാൻ തരാം. നീ എന്നെ പ്രസാദിച്ച് അനുഗ്രഹിക്കണം. അപ്പോൾ ആളുകളുടെ വിചാരം ഈ ലോകത്ത് പല കാര്യങ്ങളും പണം കൊടുത്ത് നേടിയെടുക്കുന്നത് പോലെ ദൈവത്തിൻ്റെ പ്രസാദവും പണം കൊടുത്താൽ നേടിയെടുക്കാമെന്നാണ്. സാധ്യമാകില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ദൈവത്തിന് പണം കൊടുക്കണ്ട എന്നോ ദൈവവേലയ്ക്ക് പണം കൊടുക്കണ്ട എന്നോ അച്ഛൻ പറഞ്ഞിട്ടില്ല. കൊടുക്കാൻ കടപ്പെട്ടത് കൊടുക്കണം. പക്ഷേ പണം കൊടുത്ത് ദൈവത്തെ വശത്താക്കാൻ ശ്രമിക്കരുത്. പണ്ടൊരാൾ പറഞ്ഞതുപോലെ കാശ് കൊടുത്തിട്ട് കർത്താവിനെ കീശയിലാക്കാൻ നോക്കരുത്. അത് നടക്കില്ല. ദൈവം വെച്ച വ്യവസ്ഥകൾ പാലിക്കുക. അത് പ്രയാസകരമാണ്, പക്ഷെ പാലിക്കുക. പാലിച്ചാൽ നിശ്ചയമായിട്ടും ദൈവപ്രസാദം കിട്ടും. ദൈവം എനിക്ക് അനുകൂലമാകാൻ, ദൈവം എൻ്റെ പക്ഷത്ത് നിൽക്കാൻ, ദൈവം എൻ്റെ കാര്യങ്ങളിൽ ഇടപെടാൻ, ദൈവം എനിക്ക് വേണ്ടി നിലപാടെടുക്കാൻ, ദൈവം എൻ്റെ മേൽ പ്രസാദിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? വേദപുസ്തകം എന്താണ് വ്യവസ്ഥ വയ്ക്കുന്നത്? ഒന്നാമത്തെ വ്യവസ്ഥ ഇങ്ങനെയാണ് പറയുന്നത്. തെസ്സലോനിക്കർക്ക് പൗലോസ്ലീഹ എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാമത്തെ അധ്യായത്തിലെ 3-ാമത്തെ വാക്യം: ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. അപ്പോൾ ദൈവപ്രസാദത്തിൻ്റെ 1-ാമത്തെ മാനദണ്ഡം ഇതാണ്: ഞാൻ വിശുദ്ധീകരണം പ്രാപിക്കണം. എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ ആത്മശരീരദേഹികൾ ഉൾപ്പെടുന്ന തൃത്വസ്വരൂപിയാണ്. ആത്മാവിലും മനസ്സിലും ശരീരത്തിലും ഒരുപോലെ വിശുദ്ധീകരണം കണ്ടെത്തണം. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും കളങ്കം കടന്നു വരാൻ സാധ്യതയുള്ള എല്ലാ പാപങ്ങളോടും വിട പറയണം. സമ്പൂർണമായ വിശുദ്ധീകരണം പ്രാപിച്ച് ദൈവ പദ്ധതിക്ക് തന്നെ സമർപ്പണം ചെയ്യണം. അപ്പോഴാണ് പ്രിയപ്പെട്ടവരെ ദൈവം പ്രസാദിക്കുന്നത്. ഒരു വ്യക്തി പാപത്തിൽ നിന്നും പരിപൂർണമായും വേർപെട്ടിരിക്കുക, വിശുദ്ധീകരണം പ്രാപിക്കുക. പക്ഷേ മനുഷ്യൻ അതിന് തയ്യാറാകുന്നില്ല. കാരണം ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ സുഖങ്ങൾ പലതും ഞാൻ ത്യജിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. എൻ്റെ ആഗ്രഹങ്ങൾ പലതും ഞാൻ വേണ്ടെന്ന് വയ്ക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. എൻ്റെ ആസ്വാദനങ്ങൾ പലതും ഞാൻ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. എന്നുവെച്ചാൽ എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യമനുസരിച്ച്, എൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കാനായിട്ട് സാധ്യമല്ല. മറിച്ച് ദൈവഹിതം എൻ്റെ ജീവിതത്തിൽ നടപ്പിലാകത്തക്കവണ്ണം ഞാൻ എൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടതുണ്ട്.
സത്യത്തിൽ നമുക്ക് ഇത് ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം. മാതാപിതാക്കൾ മക്കളെ വളർത്തുമ്പോൾ മക്കളുടെ കാര്യത്തിൽ മാതാപിതാക്കൾ ഒരുപാട് നിബന്ധനകൾ വയ്ക്കും. ഈ നിബന്ധനകൾ മാതാപിതാക്കൾ വയ്ക്കുന്നത് മക്കളെക്കുറിച്ചുള്ള അവരുടെ വ്യക്തമായ ആഗ്രഹവും പ്രതീക്ഷയും അവരിൽ കിടക്കുന്നത് കൊണ്ടാണ്. മക്കൾ വഴിതെറ്റിപ്പോകരുത്, മക്കൾക്ക് പിഴവ് പറ്റരുത്, മക്കൾക്ക് തെറ്റ് സംഭവിക്കരുത്, അത് അവരുടെ ജീവിതത്തെ ബാധിക്കരുത്, അവരുടെ ഭാവിയിൽ തടസ്സമാകരുത് എന്നുള്ളത് കൊണ്ട് മാതാപിതാക്കൾ ചില കർശന നിയന്ത്രണങ്ങൾ വയ്ക്കും. മക്കൾക്കത് സഹിക്കാൻ പറ്റില്ല. മക്കൾ മാതാപിതാക്കളോട് പ്രതിരോധം കാണിക്കും. എൻ്റെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തരുതെന്നൊക്കെ ചില കുഞ്ഞുങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കളയും. ചിലർ അതിനെ മറികടക്കാനായിട്ട് ഏതെങ്കിലുമൊക്കെ കുടില മാർഗങ്ങൾ സ്വീകരിക്കും. മാതാപിതാക്കളെ ഒളിച്ചും മാതാപിതാക്കളെ അറിയാതെയും പലതും ചെയ്തു കൂട്ടുന്ന മക്കളുണ്ട്. അവരെ സംബന്ധിച്ച് അവർക്ക് ആസ്വദിക്കണം. പക്ഷേ ഈ ആസ്വാദനങ്ങൾ അവരുടെ ജീവിതത്തെ തകർക്കുമെന്നുള്ളത് സത്യമാണ്. മാതാപിതാക്കൾ വയ്ക്കുന്ന നിയന്ത്രണം വിട്ട് അതിനപ്പുറത്ത് പലതും ചെയ്തു കൂട്ടുന്ന കുഞ്ഞുങ്ങൾ അവരുടെ കരിയർ നഷ്ടപ്പെട്ട് പഠനത്തിൽ പിന്നോക്കം പോയി അവരുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റായ കൂട്ടുകെട്ടുകളിൽപ്പെട്ട് വഷളത്വത്തിൽ മുങ്ങി അവരുടെ ഭാവി നശിച്ചു പോയത് ചരിത്രത്തിലുണ്ട്, ഇപ്പോഴും നാം കൺമുമ്പിൽ കാണുന്നതാണ്. അപ്പോൾ മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്, ഈ മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അവരുടെ ജീവിതത്തിൽ ചില നിബന്ധനകൾ വെച്ചിട്ടുള്ളത്. ഏത് പിതാവോ മാതാവോ തൻ്റെ മക്കളെ സ്നേഹിക്കുന്നതിനേക്കാൾ 1000 മടങ്ങ് അധികമായി എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്ന നല്ല അപ്പനാണ് സ്വർഗത്തിലെ ദൈവം. നമ്മൾ ഒരു കാരണവശാലും പരാജയപ്പെട്ടുകൂടാ എന്ന് ദൈവത്തിന് നിർബന്ധവും ആഗ്രഹവും ഉള്ളതുകൊണ്ടാണ് ദൈവം ചില നിബന്ധനകളും ചില നിയന്ത്രണങ്ങളും നമ്മുടെ മേൽ വെച്ചത്. പക്ഷേ അത് പാലിക്കുക എന്ന് പറയുന്നത് നമുക്ക് അത്ര സന്തോഷമുള്ള കാര്യമല്ല. ഈ സന്തോഷമില്ലാതെ വരാൻ കാരണം നമ്മുടെ ആസ്വാദനങ്ങൾ, നമ്മുടെ സുഖങ്ങൾ, നമ്മുടെ ലാഭങ്ങൾ, നമ്മുടെ നേട്ടങ്ങൾ, ഇക്കിളിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ പലതും നമുക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. ഇത് ഉപേക്ഷിക്കാനുള്ള മനസ്സില്ലായ്മ മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുകയാണ്. ദൈവകൽപ്പന അനുസരിക്കാതെ സ്വന്തം തീരുമാനം നടപ്പിലാക്കുന്നവർ ദൈവത്തിൽ നിന്ന് അകലം പാലിക്കുകയാണ്. പല കുഞ്ഞുങ്ങളും പ്രായം വരുന്നതിനനുസരിച്ച് വളരുന്നതിനനുസരിച്ച് മാതാപിതാക്കളിൽ നിന്ന് അകലും. എന്തിനും ഏതിനും അമ്മ അപ്പ എന്ന് വിളിച്ച് പിറകെ നടന്ന പല കുഞ്ഞുങ്ങളും ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞ് വളർച്ചയുടെ നിമിഷങ്ങളിൽ അവരറിയാതെ മാതാപിതാക്കളിൽ നിന്ന് അകലുന്നത് അവരിലൊരു നിഗൂഢത രൂപം കൊള്ളുന്നത് കൊണ്ടാണ്. അപ്പൻ അറിഞ്ഞുകൂടാത്ത, അമ്മ അറിഞ്ഞുകൂടാത്ത എന്തൊക്കെയോ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സൂക്ഷിച്ചു വയ്ക്കാനുണ്ട് എന്ന ബോധമാണ് ഈ കുഞ്ഞുങ്ങളെ പതുക്കെ പിന്നോട്ട് വലിക്കുന്നത്. അവർ താമസിക്കുന്ന മുറിയുടെ വാതിൽ അടച്ചിടാതെ തുറന്നിട്ട് വിളിച്ചാൽ അമ്മ കേൾക്കണം, അപ്പൻ കേൾക്കണമെന്ന ആ ഒരു ആഗ്രഹത്തോടെ വാതിൽ മലർക്ക് തുറന്നിട്ടാണ് ചെറുപ്രായത്തിൽ കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നത്. പക്ഷേ വളർന്ന് വലുതാകുമ്പോൾ അവർ ആ വാതിൽ ചാരിയിടും. പിന്നെയും കൂടെ വളർന്ന് വലുതാകുമ്പോൾ അവർ ആ വാതിൽ അകത്തുനിന്ന് കുറ്റിയിടും. കാരണം അവർക്ക് എന്തൊക്കെയോ ഒളിച്ചു വയ്ക്കാനുണ്ട്, സൂക്ഷിച്ചു വയ്ക്കാനുണ്ട്. മാതാപിതാക്കൾ അറിയാത്ത, മാതാപിതാക്കൾ കാണാത്ത, മാതാപിതാക്കൾ കണ്ടുകൂടാത്ത എന്തൊക്കെയോ കയ്യിലുണ്ട്. ഈ നിഗൂഢതയാണ് അവരെ മാതാപിതാക്കളിൽ നിന്ന് അകറ്റി സ്വകാര്യ ലോകത്ത് ഒതുക്കി എന്തെന്നില്ലാത്ത ഒരു മാനസികാവസ്ഥയിൽ അവരെ എത്തിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നാം തിരിച്ചറിയേണ്ടതുണ്ട്, ഇതുപോലെ ദൈവത്തിൽ നിന്ന് അകന്ന് ദൈവത്തെ മറച്ച് സ്വകാര്യമായി പാപസുഖങ്ങൾ ആസ്വദിപ്പാനുള്ള മനുഷ്യൻ്റെ ആസക്തിയാണ് മനുഷ്യനെ ദൈവത്തിൽ നിന്നും ദൈവവചനത്തിൽ നിന്നും അകറ്റിക്കളയുന്നത്. ഇവിടെ നമ്മുടെ ജീവിതത്തിൽ നാം പരിശോധന കഴിക്കണം. നാം വിശുദ്ധീകരണം പ്രാപിക്കുന്നതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. അതിനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോഴാണ് ദൈവം പ്രസാദിക്കുന്നത്. പക്ഷേ വിശുദ്ധീകരണം പ്രാപിക്കുക എന്ന് പറയുന്നത് ദൈവ ഇഷ്ടമാണെങ്കിലും അത് നമ്മുടെ ഇഷ്ടമാകുന്നില്ല. കാരണം നമ്മുടെ പല താല്പര്യങ്ങളും ഇവിടെ നിഷേധിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ ഉപേക്ഷിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് നാം ആ വിശുദ്ധീകരിക്കപ്പെടലിന് തയ്യാറാകുന്നില്ല. പ്രിയപ്പെട്ടവരെ, വിശുദ്ധരാകണമെങ്കിൽ അശുദ്ധി വെടിയണം. അശുദ്ധമായതെല്ലാം വെടിയണം. അശുദ്ധമായ ആസ്വാദനങ്ങൾ, അത് നാവുകൊണ്ട് ആസ്വദിക്കുന്നതും കണ്ണുകൊണ്ട് ആസ്വദിക്കുന്നതും കാതുകൊണ്ട് ആസ്വദിക്കുന്നതും അശുദ്ധമായ ആസ്വാദനങ്ങളെല്ലാം ഉപേക്ഷിക്കണം. ഇന്നിപ്പോൾ കണ്ണുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത്. നാവുകൊണ്ട് ആസ്വദിക്കുന്നവർ മഹാപാപികളാണ്, മദ്യപാനികൾ എന്നൊക്കെ പറയുന്നു. പക്ഷേ പ്രിയപ്പെട്ടവരെ, അതിനേക്കാൾ എത്ര ഭയാനകമായ പാപമാണ് കണ്ണുകൊണ്ടുള്ള മ്ലേച്ഛമായ ആസ്വാദനങ്ങൾ. പലരും ഇന്ന് അതിനകത്ത് അടിമപ്പെട്ടു പോയിരിക്കുകയാണ്. അച്ഛൻ എപ്പോഴും പറയുന്നത് പോലെ അടച്ചിട്ട മുറിക്കുള്ളിൽ തുറന്നു വെച്ച സ്മാർട്ട് ഫോണുമായി കുനിഞ്ഞിരിക്കുന്ന മനുഷ്യർ എന്താണ് ആസ്വദിക്കുന്നത്? പാപം, അശ്ലീലം. പ്രിയപ്പെട്ടവരെ, ഈ ആസ്വാദനം മനുഷ്യ സഞ്ചയത്തെ ആകമാനം വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് തള്ളിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ഇവിടെ
ഇങ്ങനെ ലൈംഗിക കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നത്, ആർക്കും ഇവിടെ സുരക്ഷിതത്വമില്ലാതെയാകുന്നത്, നമ്മുടെ സഹോദരിമാരും നമ്മുടെ അമ്മമാരും നമ്മുടെ മക്കളും പെൺകുഞ്ഞുങ്ങളും തെരുവിലിറങ്ങിപ്പോകുമ്പോൾ ഉള്ളിൽ തീ കത്താൻ കാരണം ഇതാണല്ലോ. കഴുകൻ്റെ കണ്ണുമായിട്ടാണ് ഇങ്ങനെ ആളുകൾ നോക്കുന്നത്. ഇതിൽ ആണും പെണ്ണും വ്യത്യാസമൊന്നുമില്ല. ഇരയെ പിടിക്കാൻ നടക്കുന്ന ചെന്നായിക്കൂട്ടത്തെ പോലെയാണ് ഒരു പറ്റം ആളുകൾ. അതെല്ലാം ഈ ആസ്വാദനത്തിൽ നിന്ന് ഉടലെടുക്കുന്നതാണ്. ജീവിതം ആസ്വദിക്കാൻ മാത്രമുള്ളതാണെന്നാണ് പലരുടെയും വിചാരം. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ആസ്വദിക്കുക, കണ്ടും കേട്ടും നിറയുക. പ്രിയപ്പെട്ടവരെ, ജീവിതം ആസ്വദിക്കാനുള്ളതല്ല, ജീവിതം ജീവിക്കാനുള്ളതാണ്. ജീവിക്കേണ്ടതുപോലെ ജീവിച്ചാൽ ആ ജീവിതം തന്നെയാണ് ആസ്വാദനം. പക്ഷേ നമ്മുടെ ജീവിതത്തെ ഒന്ന് എഡിറ്റ് ചെയ്ത് ചിട്ടപ്പെടുത്താനുള്ള മനസ്സ് നമുക്കുണ്ടാകണ്ടേ? ആ ഒരു നിലവാരത്തിലേക്ക് നാം നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കണ്ടേ? ജീവിതത്തിൽ ഏത് തലങ്ങളിൽ നിന്നിട്ടായാലും നാം നമ്മുടെ ജീവിതത്തിൽ അശുദ്ധി വെടിയണം. നമ്മുടെ ചിന്തയിൽ നിന്ന് അശുദ്ധി വെടിയണം. നമ്മുടെ വർത്തമാനങ്ങളിൽ നിന്ന് അശുദ്ധി വെടിയണം. അതുപോലെ തന്നെ നമ്മുടെ വായനകളും നമ്മുടെ കാഴ്ചകളും അശുദ്ധിയില്ലാത്തതാകണം. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അശുദ്ധിയില്ലാത്തതാകണം. ഈ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്നാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. സാക്ഷാൽ ജീവനുള്ള ദൈവം ഇറങ്ങിപ്പാർക്കുന്ന ജീവനുള്ള ദൈവാലയമാണ് ഞാനും നിങ്ങളും. ഈ ദൈവാലയത്തെ മലീമസമാക്കരുത്. ഇതിനകത്തേക്ക് മദ്യമോ മയക്കുമരുന്നോ മറ്റ് തെറ്റായ എന്തെങ്കിലുമോ ഒഴിച്ചോ കടത്തിവിട്ടോ നാം ഇതിനെ നശിപ്പിക്കാൻ പാടില്ല. ദൈവാലയത്തെ പരിപാവനമായി പരിപാലിക്കുന്നതാണ് നമ്മുടെ പാരമ്പര്യം. അതുകൊണ്ട് ഏറ്റവും പരിപാവനമായി പരിപാലിക്കേണ്ട ദൈവാലയം നമ്മുടെ സ്വന്തം ശരീരമാണ്. അതുപോലെ നമ്മുടെ മനസ്സും നമ്മുടെ ആത്മാവും ശുദ്ധീകരിക്കപ്പെടണം, വിശുദ്ധരാകണം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധരാകണമെങ്കിൽ അശുദ്ധി വെടിയണം മാത്രമല്ല, വിശുദ്ധരാകണമെങ്കിൽ വഴി മാറി സഞ്ചരിക്കണം. നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വഴി പാപസുഖങ്ങൾ ധാരാളം ആസ്വദിപ്പാൻ അവസരമുള്ള വഴികളും അതിന് തക്ക കൂട്ടുകെട്ടുകളുമുള്ള ഒരു മാർഗമാണെങ്കിൽ വഴി മാറണം, മാർഗം മാറുക. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ പാത പിന്തുടരുന്നവരാണ് ക്രിസ്ത്യാനികൾ. ആ പാത പിന്തുടരുമ്പോൾ അവിടെ ആസ്വദിക്കാനുള്ളത് ലോകത്തിൻ്റെ ഇമ്പങ്ങളോ സുഖങ്ങളോ നേട്ടങ്ങളോ ലാഭങ്ങളോ ഒന്നുമല്ല. യേശുക്രിസ്തുവിൻ്റെ പാത പിന്തുടരുന്നവർ ആസ്വദിക്കുന്നത് ദൈവസ്നേഹമാണ്, ദൈവം തന്ന വീണ്ടെടുപ്പാണ്, ദൈവം തന്ന ക്ഷമയാണ്, ദൈവം തന്ന സമാധാനമാണ്, പരസ്പരമുള്ള സാഹോദര്യമാണ്, സ്വർഗത്തെക്കുറിച്ചുള്ള സ്വപ്നമാണ്, നിത്യതയിലെ ആരാധനയാണ്, ജഡത്തിൻ്റെ സുഖങ്ങളല്ല. ഈ നിലകളിലാണ് നമ്മുടെ ജീവിതം പരിവർത്തനപ്പെടേണ്ടത്. ഇങ്ങനെയാണ് നാം പുരോഗതിപ്പെടേണ്ടത്. അവിടെയാണ് നമ്മുടെ ജീവിതത്തിന് വിജയം സംഭവിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം വഴിമാറി സഞ്ചരിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. വിശുദ്ധരാകണമെങ്കിൽ ആസ്വാദന രീതികൾ മാറണമെന്ന് ആദ്യം പറഞ്ഞല്ലോ. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ആസ്വദിക്കുന്ന എല്ലാ വിഷയങ്ങളെയും നാം ഒന്ന് പരിശോധന കഴിക്കണം. കൃപ നഷ്ടപ്പെടുത്തുന്ന, തിന്മയിലേക്ക് എന്നെ വലിച്ചിഴയ്ക്കുന്ന, ദൈവസന്നിധിയിൽ നിന്ന് തന്നെ മാറ്റിക്കളയുന്ന, എൻ്റെ വിശുദ്ധിക്ക് ഭംഗം വരുത്തുന്ന ഏതൊരാസ്വാദനവും ഞാൻ ഉപേക്ഷിക്കണം. ഇതിങ്ങനെ പറഞ്ഞു വരുമ്പോൾ പറയാൻ എളുപ്പമാണ്, പ്രവർത്തിക്കാൻ എളുപ്പമല്ല. പ്രിയപ്പെട്ടവരെ, അതൊരു സത്യമാണ്. തെറ്റ് ചെയ്യാനാണ് ചെയ്യാതിരിക്കുന്നതിനേക്കാൾ എളുപ്പം. മദ്യപിക്കാതിരിക്കുന്നതിനേക്കാൾ എളുപ്പം മദ്യപിക്കാനാണ്. പുകവലിക്കാതിരിക്കുന്നതിനേക്കാൾ എളുപ്പം പുകവലിക്കാനാണ്. വ്യഭിചാര സുഖത്തിൽ ഏർപ്പെടാതിരിക്കുന്നതിനേക്കാൾ എളുപ്പം അതിൽ ഏർപ്പെടാനാണ്. എന്നുകൊണ്ടെന്നാൽ ഏത് പാപവും സുഖം പകരുന്നതുകൊണ്ട് മനുഷ്യൻ അതിനോട് ആസക്തി കൂടും. ഇത് കാണാതിരിക്കുക, ചെയ്യാതിരിക്കുക, കഴിക്കാതിരിക്കുക, നിഷേധിക്കുക എന്ന് പറയുന്നത് പ്രയാസമാണ്. പക്ഷെ പ്രയാസം സഹിച്ചും ആ പാപസുഖത്തെ അകറ്റി നിർത്തിയാൽ അവൻ ഭാഗ്യവാൻ, അവൾ ഭാഗ്യവതി. എന്തുകൊണ്ടെന്നാൽ അവിടെ ജീവിതത്തെ വിശുദ്ധീകരിച്ച് ദൈവത്തിന് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഔവണ്ണം ഒരു മാറ്റത്തിന് വേണ്ടിയാണ് ആഗ്രഹിക്കേണ്ടത്. അതാണ് ദൈവപ്രസാദത്തിനുള്ള മാനദണ്ഡം. ഞാൻ ഔവണ്ണം മാറാതെ ഞാൻ ദൈവത്തിന് എത്ര കാശ് കൊടുത്താലും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റില്ല. ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യണം, ഞാൻ മാറേണ്ടതുപോലെ ഞാൻ മാറണം, തിരുത്തപ്പെടേണ്ടതുപോലെ ഞാൻ തിരുത്തപ്പെടണം, കളയേണ്ടത് ഞാൻ കളയണം, ഉപേക്ഷിക്കേണ്ടത് ഞാൻ ഉപേക്ഷിക്കണം, സ്വീകരിക്കേണ്ടത് ഞാൻ സ്വീകരിക്കണം. അപ്പോഴാണ് ദൈവപ്രസാദം കിട്ടുക. ഒന്നോർത്തെ, സക്കായി മരത്തിൻ്റെ മുകളിൽ കയറി കർത്താവിനെ കാണാൻ ആശിച്ചു. പക്ഷേ സക്കായി ആശിക്കും മുമ്പ് കർത്താവ് സക്കായിയെ കണ്ടു. ആ മരത്തിൻ്റെ മുകളിൽ അവൻ ഇരിപ്പുണ്ടെന്ന് കർത്താവ് കണ്ടതുകൊണ്ട്
സർവ്വേകജ്ഞാനിയായ തമ്പുരാൻ ആ മരത്തിൻ്റെ കീഴിൽ ചെന്ന് നിന്നിട്ട് അവനെ പേര് ചൊല്ലി വിളിച്ചു, നീ ഇറങ്ങി വാ, ഇന്ന് നിൻ്റെ വീട്ടിലാണ് എൻ്റെ അത്താഴം, അവിടെയാണ് എൻ്റെ പാർപ്പ്. അവൻ നടുങ്ങിപ്പോയി. ലോകരൊന്നടങ്കം അട്ടഹസിച്ചു. ഈ നീചനായ പാപി, ചുങ്കക്കാരൻ, രാജ്യദ്രോഹി, മതദ്രോഹി, കുലദ്രോഹി, ഇവൻ്റെ വീട്ടിലാണോ ഈ പരിശുദ്ധൻ ഇന്ന് അത്താഴമുണ്ണാൻ പോകുന്നത്? പേടിച്ചു പോയി സക്കായി. തന്നെക്കുറിച്ച് ജനത്തിൻ്റെ മതിപ്പ് അവന് ബോധ്യപ്പെട്ടു. തമ്പുരാൻ ഇനി തന്നോട് പറഞ്ഞ വാക്ക് പിൻവലിച്ചാലോ? ലോകത്ത് ആരിൽ നിന്നും സ്നേഹത്തിൻ്റെ ഒരു വാക്ക് കേൾക്കാൻ കഴിയാതെ നാളുകളായി സമ്പത്തേറെ നേടിയെങ്കിലും ചങ്കുപൊട്ടി നീറുകയായിരുന്നു സക്കായി. അപ്പോഴാണ് ലോകം മുഴുവൻ 10,000-കണക്കിന് ആളുകൾ ആദരിക്കുന്ന തമ്പുരാൻ തൻ്റെ വീട്ടിൽ അതിഥിയാകാൻ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഈ അവസരം നഷ്ടപ്പെട്ടു പോയാൽ ഇനി അത് സാധ്യമാകില്ല. അവൻ ആ തെരുവിൽ നിന്ന് കുമ്പസാരിക്കുകയാണ്. അവൻ യഥാസ്ഥാനപ്പെടാൻ തീരുമാനിച്ചു. അന്ന് വരെ അവൻ ലാഭമെന്ന് എണ്ണിയതെല്ലാം അവൻ ത്യജിച്ചു. ഇപ്പോഴവൻ അതിനേക്കാൾ വലിയൊരു ലാഭം കണ്ടെത്തി. എല്ലാറ്റിൻ്റെയും എല്ലാമായ പൊന്നു തമ്പുരാൻ എൻ്റെ വീട്ടിൽ വരാൻ പോകുകയാണ്, എൻ്റെ സ്വന്തമാകാൻ പോകുകയാണ്. അതിന് തടസ്സം നിൽക്കുന്നത് എല്ലാം ഞാൻ ഉപേക്ഷിക്കുന്നു. ഇതാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധീകരണം എന്ന് പറയുന്നത്. എൻ്റെ കർത്താവ് എന്നിൽ പ്രസാദിക്കാൻ, എൻ്റെ കർത്താവ് എൻ്റെ വീട്ടിൽ വരാൻ, എൻ്റെ കർത്താവ് എന്നോട് അനുകൂലപ്പെടാൻ തടസ്സം നിൽക്കുന്നതെല്ലാം ഞാൻ ഉപേക്ഷിക്കണം. അപ്പോൾ കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്, ഇവൻ അബ്രഹാമിൻ്റെ സന്തതിയായി. എങ്ങനെയാണ് അവൻ അബ്രഹാമിൻ്റെ സന്തതിയായത്? അബ്രഹാമിൻ്റെ പ്രവൃത്തി ചെയ്തതുകൊണ്ടാണ് അവൻ അബ്രഹാമിൻ്റെ സന്തതിയായി എന്ന് ദൈവം പറഞ്ഞത്. അബ്രഹാമിൻ്റെ പ്രവൃത്തി എന്തായിരുന്നു? ഇതുപോലെ ദൈവത്തോട് കൂടെ നടന്ന, ദൈവത്തോട് ഒത്തിരി സംസാരിച്ച, ദൈവത്തോട് നിരന്തരം ആലോചന കഴിച്ച, ദൈവത്തിൻ്റെ വിശ്വാസ വീരനായ ഭക്തനായിരുന്നു, വിശ്വാസികളുടെ പിതാവായിരുന്നു അബ്രഹാം. പക്ഷേ ദീർഘവർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ മകനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അബ്രഹാമിൻ്റെ ആരാധനാമൂർത്തി മകനായി മാറി. ദൈവത്തോട് പതുക്കെ അകന്നു. ദൈവം മുമ്പിൽ എപ്പോഴും ചെന്നിരുന്ന അബ്രഹാം വല്ലപ്പോഴും ചെല്ലാമെന്നായി. പിന്നെ വല്ലപ്പോഴും ചെല്ലുന്നതും അവൻ നിർത്തിവെച്ചു. ഇസഹാക്ക് എന്നൊരു ചിന്തയെ പിന്നെ തലയ്ക്കകത്തുള്ളൂ. ഇസഹാക്കിനെ കളിപ്പിക്കണം, ഇസഹാക്കിനോട് കൂടെ ഇരിക്കണം, ഇസഹാക്കിന് ആഹാരം കൊടുക്കണം, ഇസഹാക്കിനെ കൊണ്ട് നടക്കണം. ഇസഹാക്ക് ഇതായി അബ്രഹാമിൻ്റെ ഏക ധ്യാനം. വൈകി കിട്ടിയതുകൊണ്ട് അവന് കുറച്ചധികം താല്പര്യം കാണുമെന്ന്, അത് കുറച്ച് കഴിയുമ്പോൾ മാറിയിട്ടവൻ മടങ്ങി വരുമെന്ന് ദൈവം കാത്തിരുന്നു. പക്ഷേ അബ്രഹാമിനൊരു മടങ്ങി വരവുണ്ടായില്ല. അപ്പോഴാണ് ദൈവം ചെന്ന് അബ്രഹാമിനോട് പറഞ്ഞത്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ അത് മനോഹരമായി വർണ്ണിച്ചിട്ടുണ്ട്. അബ്രഹാമേ, നിൻ്റെ മകനുണ്ടല്ലോ, നീ ഒരുപാട് സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതൻ ഇസഹാക്ക്, എന്ന് വെച്ചാൽ നീ എന്നേക്കാൾ അധികം സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതൻ ഇസഹാക്ക്, അവനെ ഇന്നേക്ക് 3-ാം നാളിൽ മോറിയ മലമുകളിൽ എനിക്ക് ബലി തരണം, ഞാൻ കാത്തിരിക്കും. ദൈവം എന്താ ചോദിക്കുന്നത്? അബ്രഹാം ദൈവത്തെക്കാളധികം സ്നേഹിക്കുന്നതിന് ദൈവത്തിന് ബലി കൊടുക്കാനാണ് ചോദിക്കുന്നത്. എന്തിനായിരിക്കും? ദൈവത്തിൻ്റെ പ്രസാദം അബ്രഹാമിന് അനുകൂലമാകാൻ. അബ്രഹാമിന് എല്ലാം മനസ്സിലായി. അബ്രഹാം നിഷേധിച്ചില്ല. ഇവിടെ ദൈവപ്രസാദം വേണ്ട, എനിക്കെൻ്റെ മകൻ മതി എന്ന് അബ്രഹാം പറഞ്ഞില്ല. അബ്രഹാം തിരുത്തി, എനിക്ക് ദൈവപ്രസാദം കിട്ടണം, ദൈവം എനിക്ക് അനുകൂലപ്പെടണം, അതിന് മകനെ കൊന്ന് ഗുരുതി കൊടുത്തേ പറ്റുമെങ്കിൽ ഞാനത് ചെയ്യും. അവൻ പോയി മൊറിയാമലമുകളിൽ യാഗപീഠം പണിത് മകനെ യാഗപീഠത്തിൽ വിറകടുക്കി അതിന്മേൽ പിടിച്ചു കെട്ടി സ്വന്തം മകൻ്റെ കണ്ടനാളം മുറിച്ച് അവനെ ഹോമയാഗം കഴിപ്പാൻ അവൻ തീരുമാനിച്ചു. കത്തിയെടുത്ത് വീശിയതാണ്. ദൈവത്തിന് ഉറപ്പായി അബ്രഹാം അവനെ കൊല്ലും. മകനെ കൊന്നിട്ട് ദൈവവുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കും. എന്ത് നഷ്ടപ്പെടുത്തിയും ദൈവബന്ധം പുനഃസ്ഥാപിക്കാൻ അബ്രഹാം തീരുമാനിച്ചിരുന്നു. അതുതന്നെയാണ് ഇപ്പോൾ സക്കായിയും ചെയ്തത്. അബ്രഹാമിൻ്റെ പ്രവൃത്തി സക്കായി ചെയ്തതുകൊണ്ട് അവനെ അബ്രഹാമിൻ്റെ സന്തതി എന്ന് വിളിച്ചു. ഈ പ്രവൃത്തിയാണ് നമ്മളിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത് എന്താണ് പ്രിയപ്പെട്ടവരെ? അത് ഏത് പാപമാണെങ്കിലും, അത് സക്കായിയെപ്പോലെ ദ്രവ്യാഗ്രഹമാണോ, അല്ല മദ്യപാനമാണോ, അല്ല വ്യഭിചാര സുഖമാണോ, ക്രമം കെട്ട നടപ്പാണോ, വേറെ ഏതെങ്കിലും പാപമാണോ, അതിനോടൊന്ന് വിട പറയാൻ, അതൊന്ന് ത്യജിക്കാൻ, അതിനെ ഒന്ന് അറുത്ത് ബലി കഴിക്കാൻ, കർത്താവേ എനിക്ക് നിന്നെയാണ് വേണ്ടത്, നിൻ്റെ പ്രസാദമില്ലെങ്കിൽ എൻ്റെ ഈ ലോക ജീവിതത്തിന് അർത്ഥമില്ലെന്ന് ദൈവത്തോടൊന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ട് ജീവിതത്തെ ഒന്ന് തിരുത്താൻ നമുക്ക് സാധ്യമാകണം. അപ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവപ്രസാദം കിട്ടുന്നത്. അവണ്ണം ദൈവപ്രസാദം കിട്ടേണ്ടതിന് ജീവിതത്തെ നാം പൂർണ്ണമായും മാറ്റേണ്ടിയിരിക്കുന്നു. ഓർക്കുക, വചനം എന്താണ് പറയുന്നത്? വചനം അനുസരിച്ച് ജീവിക്കണം. എന്തുകൊണ്ട് ശുദ്ധീകരണം പ്രാപിക്കണം? എന്താണ് ഈ ശുദ്ധീകരണം പ്രാപിക്കണമെന്ന് നിരന്തരം പറയാൻ കാരണം? യേശുക്രിസ്തു പറഞ്ഞത് ഓർക്കുക,
തൻ്റെ ഗിരിപ്രഭാഷണത്തിൻ്റെ പ്രാരംഭത്തിൽ ശുദ്ധമുള്ള മത്തായി എഴുതിയ രക്ഷാസുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 8-ാം തിരുവചനത്തിൽ യേശു പറഞ്ഞത് എന്താണ്? ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ദൈവത്തെ കാണാനുള്ള മാനദണ്ഡമാണ് യേശു ക്രിസ്തു പറഞ്ഞത്. ഹൃദയശുദ്ധി പ്രാപിക്കണം. നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ ചിന്ത, നമ്മുടെ മനനം, നമ്മുടെ ആലോചന, നമ്മുടെ ധ്യാനം ശുദ്ധിയുള്ളതാകണം. എല്ലാ പാപവും രൂപം കൊള്ളുന്നത് ഹൃദയത്തിലാണെന്ന് വേദപുസ്തകം തന്നെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഹൃദയം എല്ലാ കപടവും വിഷമവുമുള്ളതാണെന്നാണ് ഇരമ്യാവ് എഴുതി വച്ചിരിക്കുന്നത്. ഒരു മനുഷ്യനെ അശുദ്ധനാക്കുന്നത് പുറത്തു നിന്ന് അകത്തേക്ക് ചെല്ലുന്നതല്ല, അവൻ്റെ അകത്തു നിന്ന് അഥവാ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നവയാണെന്നാണ് യേശു ക്രിസ്തു പ്രഖ്യാപിച്ചത്. അപ്പോൾ ഹൃദയം ശുദ്ധിയാകണം. എല്ലാ പാപചിന്തകളും രൂപം കൊള്ളുന്നത് ഹൃദയത്തിലാണ്. അതാണ് പിന്നെ പാപപ്രവൃത്തിയായി, പാപവാക്കുകളായി, പാപത്തിൻ്റെ മറ്റ് വിവിധ മേഖലകളിലൂടെ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഹൃദയം ശുദ്ധീകരണം പ്രാപിക്കണം. എന്തുകൊണ്ട്? അത് സംഭവിക്കാതെ ആരും കർത്താവിനെ കാണുകയില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കർത്താവിനെ കാണാതെ കഴിയില്ലല്ലോ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് പറഞ്ഞത് ശുദ്ധീകരണം പ്രാപിക്കണമെന്ന്. വീണ്ടും അതോട് ചേർത്ത് വയ്ക്കേണ്ട വാക്യമാണ് ദൈവമക്കളെ എബ്രായ ലേഖനത്തിലെ 12-ാം അധ്യായം 14-ാമത്തെ വാക്യം. എല്ലാവരോടും സമാധാനം ആചരിക്കുക, അങ്ങനെ ശുദ്ധീകരണം പ്രാപിക്കാൻ ഉത്സാഹിക്കുക. എന്തുകൊണ്ടെന്നാൽ ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ഇവിടെ ശുദ്ധീകരണത്തിൻ്റെ മാനദണ്ഡം പറഞ്ഞിരിക്കുന്നത് എന്താണ്? എല്ലാവരോടും സമാധാനം ആചരിക്കുക. അതാണ് ശുദ്ധീകരണം. ഇന്നിപ്പോഴത്തെ പ്രശ്നം എന്താണ്? എല്ലാവരും പരസ്പരം തോൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. എല്ലാവരും പരസ്പരം മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, എനിക്ക് ജയിക്കണം, എൻ്റെ തല ഏറ്റവും മുകളിൽ നിൽക്കണം, എൻ്റെ ശബ്ദം ഏറ്റവും മുകളിൽ കേൾക്കണം, ഞാനായിരിക്കണം എല്ലാം മറ്റെല്ലാം എൻ്റെ കീഴിലായിരിക്കണം. അതുകൊണ്ട് ആരെയും സ്നേഹിക്കാൻ പറ്റുന്നില്ല, ആരോടും ക്ഷമിക്കാൻ പറ്റുന്നില്ല, ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പറ്റുന്നില്ല, അതിനൊന്നും ശ്രമിക്കാറുമില്ല. മുഴുവൻ ശരിയും എൻ്റെ പക്ഷത്താണ്, ഞാൻ മാത്രമേ ശരിയായിട്ടുള്ളൂ, ബാക്കിയെല്ലാം തെറ്റുകളാണ്. അതുകൊണ്ട് ആരോടും സമാധാനം ആചരിക്കാൻ പറ്റുന്നില്ല. ഭാര്യയ്ക്ക് ഭർത്താവിനോടോ, തിരിച്ച് ഭർത്താവിന് ഭാര്യയോടോ, മാതാപിതാക്കൾക്ക് മക്കളോടോ, മക്കൾക്ക് മാതാപിതാക്കളോടോ, കൂടപ്പിറപ്പുകൾക്ക് തമ്മിലോ, അല്ല ഇനി ഈ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലോ, പ്രവർത്തിക്കുന്ന വേറെ ഏതെങ്കിലും പ്രസ്ഥാനത്തിലോ, പള്ളിയിലോ ഒന്നും ആർക്കും ആരെയും അംഗീകരിക്കാൻ കഴിയുന്നില്ല, സ്നേഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ സമാധാനവും ആചരിക്കാൻ കഴിയുന്നില്ല. പിന്നെ എങ്ങനെ ദൈവം പ്രസാദിക്കുമെന്ന? പ്രിയപ്പെട്ടവരെ, വിശുദ്ധീകരണം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? എല്ലാവരോടും സമാധാനം ആചരിക്കുക, എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവരോടും ക്ഷമിക്കുക, എല്ലാവരോടും രമ്യതപ്പെടുക, എല്ലാവരെയും ഒന്നായി കാണുക. ഇതിൻ്റെ പേരാണ് എല്ലാവരോടും സമാധാനം ആചരിക്കുക. അതിൻ്റെ പേരാണ് വിശുദ്ധീകരണം പ്രാപിക്കുക എന്ന് വേദപുസ്തകം പറയുന്നത്. ഭർത്താവിനോട് മിണ്ടാത്ത ഒരു ഭാര്യ എന്തോരം പ്രാർത്ഥിച്ചാലും കർത്താവ് പുറംതിരിഞ്ഞിരിക്കും. അവളുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ചെവി തുറക്കില്ല. കാരണം അവിടെ വിശുദ്ധീകരണമില്ലാത്ത പ്രാർത്ഥനയാണ്, നിരപ്പ് പ്രാപിക്കാത്ത പ്രാർത്ഥന. ഭാര്യയോട് വഴക്കിട്ടിരിക്കുന്നൊരു ഭർത്താവ് എത്ര വഴിപാടും എത്ര നേർച്ചയും കഴിച്ച് എന്തോരം പ്രാർത്ഥിച്ചാലും ഒരു പ്രയോജനവുമില്ല. കർത്താവ് കണ്ണും കാതും തുറക്കാനേ പോകുന്നില്ല. കാരണം ഇവിടെ നിരപ്പില്ല. ക്ഷമിക്കേണ്ടവരോട് ക്ഷമിച്ചിട്ടില്ല, നിരപ്പ് പ്രാപിക്കേണ്ടവരോട് നിരപ്പ് പ്രാപിച്ചിട്ടില്ല, വിട്ടുവീഴ്ച ചെയ്യേണ്ടവരോട് ചെയ്തിട്ടില്ല. പ്രിയപ്പെട്ടവരെ, അപ്പോൾ വിശുദ്ധീകരണത്തിന് മാനദണ്ഡം അത്ര ലളിതമൊന്നുമല്ല. പ്രാക്ടിക്കൽ തലത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ പൂർണ്ണമായ മാറ്റമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ സംഭവിച്ചാൽ മാത്രമേ ദൈവത്തെ കാണാൻ കഴിയൂ എന്നാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവത്തെ കാണണം, ദൈവം പ്രസാദിക്കണം, അതാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തെ കാണാതെ ആരും ദൈവസന്നിധിയിൽ എത്തുകയില്ല. എല്ലാ മനുഷ്യരെയും തന്നിൽ ഒന്നാക്കി തീർക്കുക എന്നുള്ളതാണ് ദൈവിക പദ്ധതി. പാപിയായ മനുഷ്യനെ പാപിയാണെന്ന് മുദ്രകുത്തി പടിക്ക് പുറത്ത് നിർത്തുകയല്ല ദൈവം ചെയ്യുന്നത്. പാപിയായ മനുഷ്യനെ തൻ്റെ തങ്കച്ചോരയാൽ കഴുകി നിർമ്മലീകരിച്ച് വിശുദ്ധനാക്കി തന്നോട് ചേർത്ത് വയ്ക്കുകയാണ് ദൈവപദ്ധതി. അതുകൊണ്ടാണ് ആവർത്തിച്ച് പറയുന്നത് വിശുദ്ധീകരണം പ്രാപിക്കുക, വിശുദ്ധീകരണം പ്രാപിക്കുക, വിശുദ്ധീകരണം പ്രാപിക്കുക. വിശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ആകയാൽ ദൈവ പൈതലെ, ഇന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേറെ ചെപ്പടി വിദ്യകളൊന്നുമില്ല. ദൈവപ്രസാദത്തിനുള്ള മാനദണ്ഡം വിശുദ്ധീകരണമാണ്. വിശുദ്ധീകരണം പ്രാപിക്കണം. അതിനായിട്ട് നമുക്ക് ഒരുങ്ങാം. എന്താണ് വിശുദ്ധീകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് തുടർന്ന് പറയുന്നുണ്ട്. നിങ്ങൾ കാതോർത്തിരിക്കണം. നമുക്ക് വിശുദ്ധീകരണത്തിനായിട്ട് ഒരുങ്ങാം. പാപത്തോട് വിട പറയാം, ആത്മശരീര മനസ്സുകളെ നിർമ്മലീകരിക്കാം, വഴിമാറി സഞ്ചരിക്കാം,
നമ്മുടെ ആസ്വാദനങ്ങളെ തിരുത്താം, നമ്മുടെ കാഴ്ചപ്പാടുകളെ തിരുത്താം. അങ്ങനെ നമുക്ക് നിർമ്മലരായി തീരാം. ദൈവം അതിന് സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ കർത്താവേ, അവിടുത്തെ പാദപീഠത്തിൽ അടുത്തു വന്ന നിൻ്റെ മക്കളെ ചേർത്തിരുത്തിയിട്ട് വളരെ വ്യക്തമായി അവിടുന്ന് ഞങ്ങളോട് വാദിച്ചു കൊണ്ടിരുന്നല്ലോ. ദൈവമേ, അവിടുത്തെ പ്രസാദിപ്പിക്കുവാൻ എന്താണ് ചെയ്യേണ്ടതെന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണല്ലോ പറഞ്ഞത്, ഞങ്ങൾ വിശുദ്ധീകരണം പ്രാപിക്കണമെന്ന്. ദൈവമേ, പലപ്പോഴും ഞങ്ങളതിന് സാധിക്കാത്തവരാണ്. അതിന് വലിയ വില കൊടുക്കേണ്ടതുണ്ട്. ഞങ്ങളുടെ പല ആസ്വാദനങ്ങളും പല സുഖങ്ങളും പല ലാഭങ്ങളും പല നേട്ടങ്ങളും അബ്രഹാം പിതാവ് ത്യജിച്ചതുപോലെ, സക്കായി ത്യജിച്ചതുപോലെ ത്യജിക്കേണ്ടവരാണ് ഞങ്ങൾ. അതിന് ഞങ്ങൾക്ക് മനസ്സില്ലാത്തത് കൊണ്ടല്ലോ ഞങ്ങൾ ഇപ്പോഴും വിശുദ്ധീകരണം പ്രാപിക്കാതെ അവിടുത്തെ പ്രസാദിപ്പിക്കാൻ വേറെ പല മാർഗങ്ങളും അന്വേഷിക്കുന്നത്. തെറ്റ് മനസ്സിലാകുന്നുണ്ട് ദൈവമേ. ഇതിന് വേറെ മാർഗങ്ങളില്ലെന്ന് തിരിച്ചറിഞ്ഞ് ഞങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് അങ്ങയെ പ്രസാദിപ്പിച്ച് അങ്ങയെ അനുകൂലപ്പെടുത്തി അങ്ങയെ കണ്ട് അങ്ങയോട് ചേരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവമേ, ഈ സന്ദേശം ഞങ്ങളെ അപ്രകാരം ഒരുക്കുവാൻ കൃപയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. പ്രാണപ്രിയ, പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. Somebody